നല്ല ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങളെല്ലാവരെയും ഒന്ന് ഈ ആലയത്തിൽ കൂട്ടിവരുത്തിയല്ലോ. പലയിടങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഒന്നു ചേർന്ന് ഒരു മനസ്സോടുകൂടെ അങ്ങേ ആരാധിപ്പാൻ കൃപ ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവർക്ക് നീ നല്ലവനായിരുന്നു, ഞങ്ങളുടെ കാലത്തും നല്ലവനായിരിക്കും, ഞങ്ങളുടെ മക്കളുടെ കാലത്തും നീ നല്ലവനും വല്ലഭനുമായിരിക്കുന്നുണ്ട്. സ്തോത്രം. ഇന്ന് ഞങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംഭാഷിക്കണമേ, അനുഗ്രഹത്തോടെ മടക്കി അയക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. 2026 എപ്പോഴും നമുക്കൊരു ആകാംക്ഷയുണ്ട്, ആകുലചിന്തയുണ്ട്. എന്തായിരിക്കും ഈ വർഷം? എന്തായിരിക്കും ഈ വർഷത്തെ പ്രതിഫലം? എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിതം കൈകാര്യം ചെയ്യും? ആപത്ത്, അനർത്ഥം, രോഗം, ദുഃഖം, മരണം, ഇതിൻ്റെ എല്ലാം മധ്യത്തിലാണ് നാം പാർക്കുന്നത്. അവിടെ ദൈവപരിപാലനം ഏറെ അനുഭവിപ്പാൻ ദൈവമേ ഈ വർഷം അങ്ങ് തുണയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാം. ജനുവരി മാസം 1, ഇന്ന് ജനുവരി മാസം 4-ാം തീയതി, ജനുവരി മാസം 6. ജനുവരി മാസം 1, 6 2 പെരുന്നാളുകൾ നമ്മുടെ സഭയിലുണ്ട്. ഒന്ന്, ആദ്യത്തെ ഈ ജനുവരി മാസം 1-ാം തീയതി പരിച്ഛേദന പെരുന്നാൾ. ഒരു യഹൂദ ബാലൻ പിറന്നു കഴിഞ്ഞ് 8-ാമത്തെ ദിവസമാണ് പേരിടുന്നത്. അതാണ് നമ്മുടെ കർത്താവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. അന്ന് പേരിട്ടു യേശു. ജനനത്തിന് മുമ്പ് തന്നെ പരിശുദ്ധ കന്യാമറിയാമിനോടും ജോസഫിനോടും ദൈവദൂതന്മാർ പറഞ്ഞിരുന്നു, നിനക്കൊരു മകനുണ്ടാകും, അവന് യേശു എന്ന് പേരിടണം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ പരിച്ഛേദന പെരുന്നാൾ 1-ാം തീയതിയായിരുന്നു. ഇനി 6-ാം തീയതി ദനഹാ പെരുന്നാളാണ്. കർത്താവിൻ്റെ സ്നാനത്തെ സഭ ഓർക്കുകയും വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ഈ 2 പെരുന്നാളുകളുടെ നടുക്കാണ് ഈ ഞായറാഴ്ച. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദനഹാ പെരുന്നാളിനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. മാർത്തോമാ സഭയ്ക്ക് 8 പെരുന്നാളുകളാണുള്ളത്. എന്നാൽ പലപ്പോഴും ഓർക്കുകയോ ആചരിക്കുകയോ അനുഷ്ഠിക്കുകയോ ചെയ്യാറില്ല. മോറാനായ പെരുന്നാൾ എന്ന ഈ പെരുന്നാൾക്ക് അറിയപ്പെടും. മോറാൻ എന്ന് പറഞ്ഞാൽ കർത്താവ്. നമ്മുടെ കർത്താവിനോട് ജീവിതത്തോട് ബന്ധപ്പെട്ടതെല്ലാം നമ്മുടെയും വലിയ ദിവസങ്ങളാണ്. അങ്ങനെ ഓരോ ദിവസത്തെ പ്രത്യേകതകൾ മനസ്സിലാക്കിയാണ് ഈ കർത്താവിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് സഭ ഈ 8 ദിവസങ്ങൾ പ്രത്യേക പെരുന്നാൾ ദിവസങ്ങളായി കൊണ്ടാടുന്നതും മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും ആചരിക്കുന്നതും. പരിച്ഛേദന പെരുന്നാൾ, ദനഹാ പെരുന്നാൾ, കർത്താവിൻ്റെ ദേവാലയ പ്രവേശന ദിനത്തെ മായിൽത്ത പെരുന്നാൾ, ഹോശന്ന പെരുന്നാൾ, ഉയർപ്പ് പെരുന്നാൾ, സ്വർഗാരോഹണം, പെന്തക്കോസ്തി, ജനന പെരുന്നാൾ. ഇങ്ങനെ 8 പെരുന്നാളുകൾ നാം ആചരിക്കുകയും അനുഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. ഇന്ന് നാം ചിന്തിക്കുന്ന ദനഹാ പെരുന്നാളാണ്. ദനഹ എന്ന വാക്കിനർത്ഥം ഉദയത്തിൻ്റെ പെരുന്നാൾ എന്നുള്ളതാണ്. ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ കിട്ടുന്ന പ്രകാശം പോലെ ലോകം മുഴുവൻ പ്രകാശിതമായ ഒരു ദിവസത്തെ എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 3-ാം അധ്യായം 13 മുതലാണ് കർത്താവിൻ്റെ സ്നാനത്തെക്കുറിച്ച് പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ യേശുവിനോട് പറഞ്ഞു, സ്നാനമേൽക്കുവന്ന യേശുവിനോട് പറയുന്നു, ഇപ്പോൾ സകല നീതിയും നടക്കട്ടെ. യോഹന്നാൻ പറഞ്ഞു, നിന്നാൽ സ്നാനമേൽക്കാൻ ഞാനാണ് യോഗ്യൻ. അപ്പോൾ യേശു പറയുന്നു, അത് പോകട്ടെ, എല്ലാ നീതിയും നടപ്പാക്കണം. നീതി എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ദൈവത്തിൻ്റെ ഹൃദയമാണ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു ചിന്തയിലേക്ക് നീ മുന്നോട്ട് വരിക, ദൈവ ഇഷ്ടം ഇതാകുന്നു എന്ന് പറഞ്ഞ യേശു യോഹന്നാൻ സ്നാപകനെ അപ്രകാരം പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സ്നാനം ഏൽക്കുന്നതിന് സന്നദ്ധനാകുകയും ചെയ്തു. യേശു എന്തിനാണ് സ്നാനമേറ്റത്? പലപ്പോഴും നമുക്കുള്ള ചിന്തയാണ്, പാപമില്ലാത്തവൻ എന്തിന് സ്നാനമേറ്റു, മാനസാന്തരം ആവശ്യമില്ലാത്തവൻ എന്തിന് സ്നാനമേറ്റു. ഈ ചിന്തകളെല്ലാം നമ്മെ പലപ്പോഴും ചിന്തിപ്പിക്കുകയും വ്യാകുലപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ഈ സ്നാനം വാസ്തവത്തിൽ മനുഷ്യരാശിയോടുള്ള ദൈവത്തിൻ്റെ ഏകീകരണമാണ്. ദൈവത്തിൻ്റെ സർവ്വ സൃഷ്ടികളോടുമുള്ള മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ ഏകീകരണമായിരുന്നു ഈ സ്നാനം. യേശു സ്വയം തിരഞ്ഞെടുത്തൊരു പേരാണ് മനുഷ്യപുത്രൻ. എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നും കാണപ്പെടുന്ന ആളാണ് യേശു. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനയുടെ അവസാനം യേശു മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. പിതാവാൻ ദൈവത്തോടെ പുത്രൻ തമ്പുരാനിലൂടെയാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ചെല്ലുന്നത്. എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയായി ദൈവസന്നിധിയിൽ എന്നും കാണപ്പെടുവാൻ യേശു ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു, സാത്താൻ നിങ്ങളെ പരിശോധിക്കാൻ
പല പ്രാവശ്യം ശ്രമിച്ചു, എന്നാൽ ഞാനത് തടഞ്ഞു. അവിടെ ദൈവസന്നിധിയിൽ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നതിന് നമ്മെ സഹായിക്കുന്ന നമ്മുടെ പ്രതിനിധിയാണ് കർത്താവ്. പാപമുള്ള ലോകത്തോട് ഇഴുകിച്ചേരുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. പാപമില്ലാത്തൻ പാപികളാൻ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമേറ്റു എന്ന് നാം ആരാധനാക്രമത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നു. പാപമില്ലാത്ത ദൈവൻ പാപികളായ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴം. അങ്ങനെയാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞത്. യേശുവിൻ ദിവ്യസ്നേഹം എന്നോട് വർണ്ണിക്കുക എന്നുള്ള പാട്ടിൽ പറയുന്ന അതിൻ്റെ വീതി, ഉയരം, ആഴം എന്തെന്ന് എനിക്ക് ഗ്രഹിക്കാൻ ഒക്കുന്നില്ല, ഈ ലോകത്തിൽ പറ്റുന്നില്ല. വരുവാനിരിക്കുന്ന ലോകത്തിലെങ്കിലും ദൈവമേ നിന്റെ സ്നേഹത്തിൻ്റെ ആഴം എന്നെ ഗ്രഹിപ്പിക്കണമേ എന്ന് പാട്ടുകാരൻ പാടുന്നു. ക്രിസ്തോസ്റ്റൻ തിരുമേനി പറയും, ക്രൂശീകരണത്തെക്കാൾ വലിയ വേദനയാണ് പാപമുള്ള സമൂഹത്തോട് ചേരുക എന്നുള്ള വലിയ ജോലി. അതായിരുന്നു ദൈവം നമ്മോട് കാണിച്ച സ്നേഹം. ക്രൂശീകരണത്തെക്കാൾ വേദന നിറഞ്ഞതാണ് പാപമുള്ള ലോകത്തോട് പാപരഹിതനായ കർത്താവ്, നിർമ്മലനും പരിശുദ്ധനുമായ ദൈവം നമ്മോട് ചേർന്ന് നമ്മുടെ പാപം വഹിക്കാൻ വേണ്ടി ദൈവം സ്വയം സന്നദ്ധനാകുവാൻ തന്നെ തന്നെ സമർപ്പിച്ച ദിവസമാണ് ഈ ദനഹ പെരുന്നാൾ. പല ആളുകൾ നമ്മെ പല സമയങ്ങളായി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. യേശു 30 വയസ്സായപ്പോഴാണ് സ്നാനമേറ്റത്. അതുകൊണ്ട് നാമും പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് സ്നാനമേറ്റാൽ മതി, അല്ലാത്ത സ്നാനമൊന്നും സ്നാനമല്ല എന്ന് നമ്മെ പഠിപ്പിച്ച അനേകരുണ്ട്. നമ്മിൽ നിന്ന് അനേകരെ ഇളക്കി മാറ്റിയവരും ഉണ്ട്. ശിശുക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ കഴിയില്ല എന്ന് പഠിപ്പിച്ച് ശിശു സ്നാനത്തെ എതിർത്തവരുമുണ്ട്, ധാരാളം പേരുണ്ട്. ഈ കാലത്ത് അല്പം കുറഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അനേകരെ ഇങ്ങനെ തെറ്റായ പ്രസംഗം കൊണ്ട് സ്വീകരിച്ചു. യേശു സ്നേഹിച്ച സ്നാനവും നമ്മുടെ സ്നാനവും ഒന്നാണോ? പ്രവൃത്തിയുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ എഫെസോസിലെ ആളുകളോട് അപ്പോസ്തലൻ ചോദിക്കുന്നത്, നിങ്ങളുടെ സ്നാനം എന്താണ്? അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ സ്നാനം യോഹന്നാൻ്റെ സ്നാനമാണ്. അപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്നു, പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു, യോഹന്നാൻ മാനസാന്തര സ്നാനത്തിനായിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ പാപമോചനത്തിൻ്റെ നിത്യജീവൻ്റെയും പ്രത്യാശയിലാണ് നാം ഏൽക്കുന്ന സ്നാനം. അതുകൊണ്ട് ആ സ്നാനവും യേശുവിൻ്റെ സ്നാനവും ഇപ്പോൾ നാം ഏൽക്കുന്ന സ്നാനവും രണ്ടും രണ്ടാണ്. മാനസാന്തരം ആവശ്യമില്ലാതെ മാനസാന്തരപ്പെടുവാൻ വേണ്ടി കർത്താവിൻ്റെ ലോകത്തിലേക്കുള്ള വരവ് തന്നെ മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതാണ്. പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുക എന്ന് പറയും. എന്താണ് പാപം? ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ പാപം ചെയ്യുക എന്ന് വേണേൽ പറയാം. പിന്നെ ഒന്നുകൂടെ തിരിയുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവമുഖത്തേക്ക് വീണ്ടും തിരിയുമ്പോൾ മാനസാന്തരത്തിൻ്റെ അനുഭവം. ദൈവത്തിനെതിരായി നിൽക്കുന്ന പാപം ദൈവത്തെങ്കിലേക്ക് തിരിയുന്നത് മാനസാന്തരം. അതിനെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് വിശുദ്ധ സ്നാനത്തിലൂടെ നാം കാണുന്നതും മനസ്സിലാക്കുന്നതും. എന്തിനാണ് യോഹന്നാൻ്റെ സ്നാനം? അതിന് ഉത്തരം പറഞ്ഞ യോഹന്നാൻ സ്നാപകൻ തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ സ്നാപക യോഹന്നാൻ പറയുന്നു, വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു. ഞാൻ കാണുകയും അവൻ ദൈവപുത്രന് സാക്ഷ്യം പറയുകയും ചെയ്യും. പല ആളുകളെ സ്നാനപ്പെടുത്തും. എന്നാൽ ഒരുവനെ സ്നാനപ്പെടുത്തുമ്പോൾ മാത്രമേ സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ തലയിലേക്ക് ഇറങ്ങുന്നത് നീ കാണും. അവനാണ് മശിഹ, അവനാണ് ദൈവപുത്രൻ. ഇവനാണ് ദൈവപുത്രൻ എന്ന് ലോകത്തോട് പറയണം. ഒരു വിസിബിൾ സൈനായിട്ട് യോഹന്നാൻ കൊടുത്ത ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. പല ആളുകളെ നീ സ്നാനപ്പെടുത്തും, എന്നാൽ ഒരുവനിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങുന്നത് നീ കാണുകയുള്ളൂ. അവനെക്കുറിച്ച് പറയണം. ഇവന് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് സ്നാപക യോഹന്നാനെ 6 മാസം മുമ്പ് ജനിക്കാൻ ദൈവം തുണച്ചത്. വെള്ളം എല്ലായ്പ്പോഴും ജീവൻ്റെ സിമ്പലും അടയാളവുമാണ്. ദൈവം സൃഷ്ടിച്ചെന്ന് പറയാത്ത ഏക പദാർത്ഥം വെള്ളം മാത്രമാണ്.
ലോകമുണ്ടായപ്പോൾ വെള്ളത്തിന് മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നുവെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ 2/3 ഭാഗവും വെള്ളമാണ്. ഭൂമണ്ഡലത്തിൻ്റെ മുഴുവൻ വിസ്തീർണം എടുത്താൽ അതിൽ 2/3 ഭാഗവും വെള്ളമാണ്. വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിരാഹാര സമരം എടുക്കുന്ന ആളുകളുണ്ട്. 70 ദിവസത്തിൽ കൂടുതൽ അതും ജീവിക്കാനൊക്കത്തില്ല. എന്നാൽ വെള്ളം കുടിക്കാതെ അവരും ജീവിക്കത്തില്ല. അതുകൊണ്ട് എല്ലാ ജീവൻ്റെയും സോഴ്സ് ദൈവമാണ്. ദനഹാ പെരുന്നാളിന് വെള്ളങ്ങളുടെ പെരുന്നാളെന്ന് പറയാറുണ്ട്. വെള്ളമാണ് ജീവൻ്റെ അടയാളം എന്ന് പറയും. വടക്കേ ഇന്ത്യയിൽ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നവരെല്ലാവരും അവരുടെ ഒരു നാണയം വെള്ളത്തിലെറിയാറുണ്ട്. ദേവന് കൊടുക്കുന്നു, ജീവൻ്റെ ഉറവിടമായ ദൈവത്തിന് കൊടുക്കുന്നു എന്നാണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം. ജീവൻ ഇന്ന് നമുക്ക് നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് വെള്ളം. എന്നാൽ ഇന്ന് വെള്ളം അതിൻ്റെ ദുരുപയോഗം വർദ്ധിച്ചു വരുന്നു. പാലിനേക്കാൾ വിലയുള്ളതായിരിക്കുന്നു വെള്ളത്തിൻ്റെ വില. പണ്ടൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വെള്ളം കുടിക്കുന്നതിന് ഒരു പ്രയാസമില്ലായിരുന്നു. ഇന്ന് നമുക്കൊരു വെള്ളത്തെയും വിശ്വാസമില്ല. വെള്ളത്തിൻ്റെ ദുരുപയോഗം വളരെ കൂടിയിരിക്കുന്നു. വെള്ളം നഷ്ടപ്പെടുത്തി കളയുന്നു. ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്ന ആളുകൾ പകുതി ഗ്ലാസ് അവിടെ വയ്ക്കുമ്പോൾ ആ വെള്ളം അത്രയും നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് നാം ചിന്തിക്കാറില്ല. വെള്ളം ഒട്ടും തുള്ളി പോലും കളഞ്ഞുകൂടാ, അത്ര വിലയുള്ളതാണ്, മൂല്യമുള്ളതാണ്. ഞാനൊരു വീടിൻ്റെ കരയ്ക്കാണ് താമസിക്കുന്നത്, ഒരു തോടിൻ്റെ കരയ്ക്കാണ് താമസിക്കുന്നത്. വെള്ളം പൊങ്ങുമ്പോൾ നല്ല കാഴ്ചയാണ്. വെള്ളം പൊങ്ങി വീടും പറമ്പും എല്ലാം ചുറ്റുപാട് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ വെള്ളം കാണാൻ പോകുന്നത് സന്തോഷമാണ്. വാഴപ്പിണ്ടി കൊണ്ട് ചങ്ങാടമുണ്ടാക്കി അതിൽ തുഴഞ്ഞു പോകുന്ന കൂട്ടുകാരാകുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുള്ള കാലം. ഈ വെള്ളപ്പൊക്കം എല്ലാം കണ്ടുവരുമ്പോൾ തേങ്ങ ഒഴുകി വരും, തടി ഒഴുകി വരും, പല കാര്യങ്ങൾ ഒഴുകി വരും. ശേഖരിക്കാൻ നല്ല സമയമാണ്. അങ്ങനെ വെള്ളം കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കിണർ നിറച്ച് വെള്ളമായിരിക്കും. അപ്പോൾ പല തൊട്ട് വെള്ളം കോരി ദേഹവും എല്ലാം കഴുകുമ്പോൾ അമ്മ ഞങ്ങളെ വഴക്ക് പറയും, എന്നെ വഴക്ക് പറയും, വെള്ളം ദുരുപയോഗപ്പെടുത്തരുത്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറയും, നോക്ക്, ദേശം മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, കിണർ പോലും വക്കോളം നിറഞ്ഞിരിക്കുകയാണ്, ഒരു തൊട്ട് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ അമ്മ പറയും, വെള്ളം ദുരുപയോഗം ചെയ്യരുത്. എല്ലാറ്റിനും വിലയുള്ളതാണ്, മൂല്യമുള്ളതാണ്. ദൈവം തന്ന ഈ ലോകവും അതിൻ്റെ കൃഷിയും അതിൻ്റെ സമൃദ്ധിയും എല്ലാം വിലയുള്ളതാണ്. ദൈവം തൻ്റെ ജനത്തെ നമുക്ക് പാപരഹിതരായി നിത്യത വരെ പോകാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്ത വലിയൊരു അനുഭവമാണ് സൃഷ്ടി. ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിയും വിലയുള്ളതാണ്. ഉന്നതത്തിലിരുന്ന ദൈവം ഒരു മനുഷ്യനായി മനുഷ്യന് വേണ്ടി വന്ന് മനുഷ്യനെ ദൈവോന്മുഖമായി വളർത്താൻ വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ വലിയ ഭാഗമാണ് ദനഹ. മനുഷ്യനെ പോലെ ആയിത്തീരുക, മനുഷ്യപുത്രനായിത്തീരുക, മനുഷ്യനെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കാൻ ഒരു കണ്ണിയായി നിലനിൽക്കുക. ഈ ദൈവിക സ്നേഹത്തിൻ്റെ ആഴമാണ് ദനഹ പെരുന്നാളിൽ കാണുന്നത്. ദനഹ പെരുന്നാളിലൂടെയാണ് ദൈവം ഒരു മനുഷ്യനായി തീർന്നത്. നമ്മുടെ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത സാധാരണ പറയും, ദൈവത്തിൻ്റെ മനുഷ്യമുഖമാണ് യേശു. ദൈവം ആരാകുന്നുവെന്ന് നമ്മെ കാണിച്ചു തന്നത് ഈ യേശു കർത്താവാണ്. പിന്നീട് യേശു നമ്മെ പഠിപ്പിക്കുന്നു, ഞാനും പിതാവ് ഒന്നാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് പിതാവാൻ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച്, അതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് സ്നാപക യോഹന്നാനോട് യേശു പറഞ്ഞ്, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ മനസ്സ്, ഞാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ പോലെ ജീവിച്ച് മനുഷ്യർക്ക് എങ്ങനെ ദൈവോന്മുഖമായി വളരാമെന്ന് കാണിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ അയച്ചതാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരിക, മാനസാന്തരത്തിനൊക്കെ ഫലം കായ്ക്കുക. അല്ലാത്തിനെല്ലാം ദൈവം നശിപ്പിച്ച് കളയും. അതുകൊണ്ട് മാനസാന്തരം എല്ലപ്പോഴും വാണിംഗ് കൂടിയാണ്, മനുഷ്യർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. മാനസാന്തരപ്പെടണം. ചില ആളുകൾ പറയും, മരിക്കുന്നതിന് മുമ്പ് മാനസാന്തരപ്പെട്ടാൽ മതിയല്ലോ, അതുവരെ ഇഷ്ടം പോലെ ജീവിക്കാമല്ലോ എന്ന് പറയും. അങ്ങനെയുള്ളവരോട് നീതിശാസ്ത്രം പറയുന്നത്, നീ 11-ാം മണിക്ക് മാനസാന്തരപ്പെടാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ 10:30 മരിച്ചു പോയേക്കാം. സംടൈംസ് യു മേ ഡൈ അറ്റ് 10:30. ഇത് നമുക്കെല്ലാവർക്കും ഒരു വാണിംഗ് ഉണ്ട്. മാനസാന്തരപ്പെടണം, ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരണം. ദൈവത്തിൻ്റെ പ്രകൃതിദത്തമായ വെള്ളത്തിലൂടെ നിന്നെ തന്നെ കഴുകി
ദൈവത്തിൻ്റെ കൊള്ളാവുന്ന ഹൃദയവും മനസ്സും ശരീരവും തീരുമാനമുള്ളവനായി വളരണം. മലീമസപ്പെട്ടിരിക്കുന്ന വെള്ളത്തെ പോലെ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവകൃപ ഏറെ അനുഭവിപ്പാനും അതിൽ നിലനിൽപ്പാനും ദൈവമേ ഞങ്ങളെ തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ക്രൂശീകരണത്തെക്കാൾ വലിയ വില കൊടുത്ത് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം തല കുനിച്ചതാണ് ദനഹായുടെ ഏറ്റവും വലിയ അത്ഭുതം. എല്ലാം സൃഷ്ടിച്ചവനായ ദൈവം ഒരു സാധാരണ മനുഷ്യൻ്റെ മുമ്പിൽ തല കുനിച്ച് തന്നെ തന്നെ കീഴ്പ്പെടുത്തി സകല ജാതി മനുഷ്യരോടും ഏകീഭവിച്ച ഒരു വലിയ ദിവസത്തിൻ്റെ ഓർമ്മയാണ് ദനഹ. നമുക്കും ഇതുപോലെ ഉന്നത ഭാവം പിടിച്ച് താഴ്മ ധരിക്കുമ്പോൾ മാത്രമേ ദൈവ ആത്മാവിനെ പ്രാപിപ്പാൻ കഴിയുള്ളൂ. വിശുദ്ധ സ്നാനത്തിലൂടെ പിതാവാൻ ദൈവം ഒരു ആശംസയുമായിട്ട് വരുന്നു. പരിശുദ്ധാത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. പുത്രൻ തമ്പുരാൻ കയറി വരുന്നു. പരിശുദ്ധ തൃത്വത്തിൻ്റെ എക്സ്പ്രഷനാണ് ഓരോ സ്നാന സമയത്തും സഭ കാണുന്നതും ഓരോ മനുഷ്യനിലും തൃത്വത്തിൻ്റെ വെളിപ്പാട് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്നും നമ്മോട് കൂടിയുള്ള ദൈവ തിരുസാന്നിധ്യത്തിൻ്റെ നിറവാണ് സ്നാനത്തിലൂടെയുള്ളത്. ബുദ്ധിപരമായൊരു ആക്ഷനല്ല സ്നാനം, ദൈവത്തിൻ്റെ ദാനമാണ്. രണ്ടാമത് സ്നാനപ്പെടാൻ പോയ ഒരുപാട് കോവൂരച്ചൻ ചോദിച്ചു, കൃപയിൽ ആരംഭിച്ചിട്ട് കർമ്മത്തിൽ അവസാനിപ്പിക്കുകയാണോ എന്ന്. വിശുദ്ധ കുർബാന പോലെ തന്നെ ഏറ്റവും അതുല്യമായ ഒന്നാണ് വിശുദ്ധ സ്നാനം. കർത്താവിൻ്റെ ശരീരത്തോടും മനസ്സിനോടും ചേർന്ന്, കർത്താവിൻ്റെ സ്നാനത്തോടും ഉയർപ്പിനോടും ചേർന്ന് നമ്മളും സ്വയം മരിച്ച് കർത്താവിൽ ഉയർക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് സ്നാനം. ഈ സ്നാനം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ യേശു ചെയ്തതുപോലെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യേശു ദൈവമാണ്, എന്നാൽ മനുഷ്യനായ നാം ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവ സ്വഭാവത്തിൻ്റെ അംശികളായി നാം തീർന്നിരിക്കുകയാണ്. ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് വിശുദ്ധ സ്നാനം. മനുഷ്യനെ വചനം പഠിപ്പിക്കുന്നു, ജഡപ്രകാരം ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മീകം. അങ്ങനെ ആത്മീകമായി ക്രിസ്തുവിൽ ജനിപ്പിക്കപ്പെടുന്ന ഒരനുഭവമാണ് വിശുദ്ധ സ്നാനം. കർത്താവ് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളതായി ദൈവം ഏർപ്പെടുത്തിയ അനുഗ്രഹീതമായൊരു കൂദാശയാണ് വിശുദ്ധ സ്നാനം. ദൈവിക രഹസ്യങ്ങളെ ഉൾക്കൊള്ളാൻ തക്കണം മനുഷ്യ മനസ്സിനെയും ജഡത്തിനെയും സജ്ജീകരിക്കുന്ന അനുഭവമാണ് വിശുദ്ധ സ്നാനം. കർത്താവിൻ്റെ വിശുദ്ധ സ്നാനത്തെ ഓർക്കുന്ന ഈ ദനഹായുടെ ഈ നാളുകളിൽ നമ്മും സ്നാനപ്പെട്ടവരാണ്, കർത്താവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ട എല്ലാവരുടെ മേലും ദൈവം തൻ്റെ ആത്മാവിനെ പകരും. അതിനാൽ നമുക്കും ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നു തന്നിരിക്കുന്നു. മരിച്ചാൽ നാം ഉയർക്കുമോ? നമ്മുടെ മരിച്ചവർ ഉയർക്കുമോ? നമുക്കൊരു ചിന്തയും സന്ദേഹവും എപ്പോഴും ഉണ്ട്. എന്നാൽ അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു, റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങളുടെ മരണമുള്ള ശരീരത്തെ അവൻ ഉയർപ്പിക്കും. വലിയ ഉറപ്പാണ്. യേശുവിനെ ഉയർപ്പിച്ച അതേ പവറാണ്. യേശുവിൻ്റെ സ്നാന സമയത്ത് വിസിബിളായി കാണിച്ച ആത്മാവിൻ്റെ ഇറക്കത്തെ കണ്ടതുപോലെ തന്നെ ഓരോ സ്നാന സമയത്തും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരും തരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതുകൊണ്ടാണ് നാം മരിച്ചാലും ഉയർക്കും എന്ന് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഓരോ സ്നാനവും നമുക്ക് കർത്താവിൻ്റെ ശരീരത്തോട് നമ്മെ ഉറപ്പിക്കുകയും ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ക്രിസ്തീയമായ ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നത്. എവിടെയൊക്കെ ഏത് രാജ്യത്തും ആരൊക്കെ യേശുവിനെ കർത്താവ്, ദൈവം, രക്ഷകൻ എന്ന് വിശ്വസിച്ച് സ്വയം കീഴ്പ്പെടുത്തി കർത്താവിനെ പോലെ സ്നാനപ്പെട്ട എല്ലാവർക്കും ദൈവം തൻ്റെ ആത്മാവിനെ പകരും. ഈ ആത്മാവിനാൽ മരണമുള്ള നമ്മുടെ മർത്യ ശരീരങ്ങളെ അവൻ ഉയർപ്പിക്കും. ഈ ഒരു വലിയ പ്രത്യാശ നമുക്ക് തന്ന ദൈവത്തിൻ്റെ സ്തുതി. പ്രത്യാശയോടുകൂടെ ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമായി വളരുവാനും സാധിക്കും. വിശുദ്ധ കുർബാന അതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ശരീരത്തോടും രക്തത്തോടുമുള്ള ബന്ധവും പങ്കാളിത്തവും നമുക്ക് ജീവനും നിത്യജീവനും പ്രദാനം ചെയ്യും. അതനുഭവിച്ച് കർത്താവിൽ വളരുവാൻ, മരണത്തിനപ്പുറമായ ഒരു ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ ലോകത്തിലെ ജീവിതം ഈ ശ്രേഷ്ഠമായ കൂദാശ അനുഭവത്തിലൂടെ ദൈവം നമുക്കെല്ലാവർക്കും സഹായിക്കട്ടെ.